ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് തക്കാളി ചോറ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. തക്കാളി ചോറെന്ന് പറയുമ്പോഴേ നമ്മളെ കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ, കുട്ടികൾക്കും പിന്നെ അതുപോലെ ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് അവർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. കറിയൊന്നും വേണ്ട, ഈ ഒരൊറ്റ ചോറ് മതി. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സവാള ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ചേർത്ത് നല്ലോണം വഴറ്റി പച്ചമുളകൊക്കെ പോണവരെ നല്ലോണം വഴറ്റി കൊടുക്കുക. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള തക്കാളി കുറച്ച് കൂടുതൽ ഇട്ടോ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് തക്കാളി എടുത്തിട്ടുള്ളൂ, അതായത് ഒരാൾക്ക് തിന്നേണ്ട അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ തക്കാളിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കണം കേട്ടോ. ഞാൻ ഒറ്റ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് തക്കാളി കുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗരം മസാലയില്ലേ, കറി മസാല, അതും കൂടി ചേർത്ത് കൊടുക്കണേ. പിന്നെ നമ്മൾ ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കുക. അതിനുശേഷം നമുക്കിവിടെ ഏത് ചോറാണോ നമ്മൾ വെച്ചിട്ടുള്ളത് ആ ചോറ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ ഈ ചെറിയ അരി കൊണ്ടൊക്കെ ചോറ് വെക്കൂലേ, നമ്മളെ ഈ പൊന്നിരി അതുപോലെ ബിരിയാണി അരി, അതുകൊണ്ടൊക്കെ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ എടുത്തേക്കുന്നത് നെല്ലുത്തേരിൻ്റെ അരിയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തക്കാളി ചോറ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.